ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ഇറക്കിയതായിരിക്കണം ഈ സ്ത്രീയെ. അതിൽ കൂടി അവർക്കൊന്നും വൈറലാവാൻ മനസ്സിലായില്ല. അല്ലാതെ വേറൊന്നുമില്ല. ദിലീപിന്റെ പടം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വിജയിച്ച സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടമാണ് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. KSRTC ബസ് അവരുടെ തറവാട് സാധനമല്ല, അത് പൊതുഗതാഗത ആളുകൾക്ക് എല്ലാവർക്കും അതിനുള്ള വലിയ അവകാശമുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ ഒരു പടം നടത്താൻ പറയാനോ അത് ഞങ്ങളവിടെ അത് വേണമായിരുന്നു. ഞങ്ങളുണ്ടായിരുന്ന ഈ സ്ത്രീ അവിടെ നടക്കുന്നത്, ആ സ്ത്രീ അവിടെ നടക്കിവിടേണ്ടതാണ്. അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ല, അവരെ ഇറക്കിവിടണം. അവർക്കൊക്കെ ഓഫ് ചെയ്യാനോ അങ്ങനെ പറയാനുള്ള ഒരാൾ പറഞ്ഞോളപ്പം കുറച്ച് ആണുങ്ങളും പറയും. കുറച്ച് ആണുങ്ങളും പറയും. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാവാടകളാണ്. ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. അതിൽ ന്യായമുണ്ടോ സത്യമുണ്ടോ സത്യത്തിന് എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എവിടെയായാലും എന്തിനു വേണ്ടിയിട്ടായാലും അത് വളരെ മോശമാണ്. അനുവദിക്കാൻ പാടില്ല. ബഹുഭൂരിപക്ഷം സ്ത്രീകളും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താണ് അതിൽ പ്രശ്നം? ഇപ്പൊ മോഹൻലാൽ അദ്ദേഹത്തിനോട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? കലാകാരന്മാരില്ലേ, അവരെത്ര വർഷമായിട്ട് വീട്ടിൽ നിൽക്കുന്നവരില്ലേ? പിന്നെ കലയായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരെ പരാജയപ്പെടുത്തി കളയും. മോഹൻലാൽ അഭിനയിക്കും, ഇപ്പൊ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കും. ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വേഷം എന്ന് പറഞ്ഞാല് മമ്മൂക്കയും ചെയ്യാം, ലാലേട്ടനും ചെയ്യാവുന്നതാണ്. അത് ലാലേട്ടൻ ചെയ്ത് എന്താ കുഴപ്പം? ദിലീപിന്റെ സ്ത്രീകൾ സ്ത്രീകളെന്തായാലും ദിലീപിന്റെ സിനിമകൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിപ്പോ ഈ പടം സ്ത്രീകൾ കിട്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇഷ്ടം മുതലേ ഫാമിലീസ് കാരണം പ്രായമുള്ള അച്ഛനമ്മമാരെല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ തന്നെ ദിലീപിനെ കാണാനും ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ അറിയാനും കൂടിയിട്ടാണ്. ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇവിടെ വലിയൊരു വിഭാഗം സ്ത്രീകൾ ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ചത് വെറുതെ അല്ല. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഏറ്റവും എന്താ പറയാ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറിനും മേളിൽ വളർന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതിയുമായിട്ട് വരുന്നത്. അതെപ്പോഴാണ് വന്നത്? ഈ കേസ് ക്ലോസ് ചെയ്തപ്പോഴാണ് അടുത്ത് ഒന്നാം പ്രതിയെ കൊണ്ട് പറയിച്ചത്. ഒരു ലെറ്റർ കഴിഞ്ഞ് വിട്ടാൽ മനസ്സിലായില്ല. അതിൽ തന്നെ ഉടായിട്ടുണ്ട്. ഇപ്പൊ മാർട്ടിന്റെ വീഡിയോ നമ്മൾ കണ്ടതല്ലേ? അപ്പൊ ആ വീഡിയോ ഒഴിവാക്കണമെന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിജീവിത എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം മറയ്ക്കാൻ അല്ലെ? സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മളിപ്പോ ഈ ഫിലിം വിജയിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം യഥാർത്ഥം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുകയും അദ്ദേഹത്തിന് ഈ പടം സൂപ്പർ ഹിറ്റായി വിജയിക്കും. ഒരുപക്ഷെ 100 കോടി ക്ലബിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു പടം. പിന്നെ ഒരു ബ്രഹ്മാണ്ഡ ഡാൻസ് ലോജിക്കൊന്നും ചോദിക്കുന്നത്. കറണ്ട് പ്രശ്നം ലോജിക്കൊന്നും ഇല്ലാണ്. അപ്പൊ ലോജിക്ക് ഒരു കാര്യം ചേർത്ത അടിച്ചുപൊളിക്കാനും സംഭവം